ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വിശുദ്ധൻ തിരുവിന്മേൽ വസിക്കുന്നോരേ താഴ്മയോടെ യാഗമായി തിരുമുൻപിൽ വണങ്ങിടുമ്പോ ആത്മസൗഖ്യം ഏകി നീ അടിയാരെ പോഷിപ്പിക്കാൻ യഹോവ റാഫ യഹോവ ശമ്മ ഉന്നതൻ നീയെ കൂടിയിരിക്കുന്നു യഹോവ റാഫ യഹോവ ശാലോം യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു യഹോവ റാഫ യഹോവ ശമ്മ യഹോവ നീസി യഹോവ ഈരേ യഹോവ റാഫ യഹോവ ശമ്മ യഹോവ നീസി യഹോവ ഈരേ. മുഖമടിയാ തേടിടുമ്പോ അകൃത്യം നീ പൊറുക്കേണമേ ദേശമെങ്ങും സൗഖ്യം നേടി പ്രാണനാഥനെ ഉയർത്തിയിടുമേ സ്വർഗകലാം ചേരുവോളം അങ്ങേ ചുമലിലായി വഹിക്കേണമേ യഹോവ റാഫ യഹോവ ശമ്മ ഉന്നതൻ നീയെ കൂടിയിരിക്കുന്നു യഹോവ റാഫ യഹോവ ശാലോം യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു യഹോവ റാഫ യഹോവ ശമ്മ യഹോവ നീസി യഹോവ ഈരേ യഹോവ റാഫ യഹോവ ശമ്മ യഹോവ നീസി യഹോവ ഈരേ. വരവിൽ മഹത്വനാളിൽ പൊന്മുഖം കണ്ടിടുമ്പോ പൂർണ്ണ സൗഖ്യം വിടുതൽ നേടി മറയും നിൻ സാന്നിധ്യത്തിൽ ഭാഗ്യനാട്ടിൽ ശുദ്ധർ കാൺകെ പ്രിയനെ ചുംബിക്കുമേ യഹോവ റാഫ യഹോവ ശമ്മ ഉന്നതൻ നീയെ കൂടിയിരിക്കുന്നു യഹോവ റാഫ യഹോവ ശാലോം യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു
വാഞ്ചിച്ചു വളർന്നിടുമ്പോൾ കുരിശെടുത്തും നിന്നയേറ്റും നിൻ വഴി നടന്നിടട്ടെ. സ്വർഗകലാ ചേരും വരെ കാവലായി നീ മാത്രമേ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലായിരിക്കുവാനും അവൻ്റെ പദ്ധതി വലയത്തിലായിരിക്കുവാനും ദൈവം നൽകിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ചില പ്ലാനുകളും പദ്ധതികളുമുണ്ട്. നാം എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരാകണം. കർത്താവെ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പ്ലാനും പദ്ധതിയും ഞങ്ങൾക്ക് വെളിവാക്കി തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെക്കുറിച്ച് നാം അറിയുമ്പോൾ നാം എത്ര അത്ഭുതപ്പെട്ടു പോകുന്നു. അവൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതികൾ എത്ര അഗോചരമാണ്. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വേദവാക്യം വായിക്കാം. അത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 34-35 വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു ഒരിക്കൽ യഹൂദ്യയിൽ നിന്ന് ഗലീലയിലേക്ക് ശമര്യ വഴി യാത്ര ചെയ്യുവാൻ തീരുമാനമെടുത്തു. സാധാരണയായിട്ട് യഹൂദന്മാർ ശമര്യരുടെ വഴിയിലൂടെ തന്നെ പോകാറില്ല. കാരണം ശമര്യരുമായി യഹൂദന്മാർ അത്ര നല്ല ജീവിത രസങ്ങളിലല്ല ജീവിച്ചു പോരുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അന്ന് അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ കടന്നുകയറ്റത്തോടുകൂടി ശമര്യർ ഒരു സങ്കര വിഭാഗമായി തുടർന്നു വരികയാണ്. അതുപോലെ തന്നെ യെരൂസലേമിൻ്റെ മതിൽ പണിക്ക് ശമര്യർ സഹായിച്ചില്ല, അവർ അത് തടസ്സപ്പെടുത്തി എന്നുള്ള പഴയ കാര്യങ്ങൾ കൊണ്ടെല്ലാം തന്നെ യഹൂദന്മാർ ഒരിക്കലും ശമര്യരുടെ വഴി കടന്നു പോകാൻ സെലക്ട് ചെയ്യാറില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ വഴി തന്നെ വരുവാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഒന്നാമതായി, താൻ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് എന്ന് ഈ ലോകത്തോട് യേശുക്രിസ്തുവിനെ വിളിച്ചു പറയേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5-6 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് ശിഷ്യരെ അയച്ച യേശുക്രിസ്തു ശമര്യരെക്കുറിച്ചുള്ള പദ്ധതി വെളിവാക്കേണ്ടത് സാഹചര്യം ഉടലെടുത്തതിനാൽ അന്ന് ശമര്യയിലൂടെ പോകുവാൻ തന്നെ കർത്താവ് തീരുമാനിക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു ശിശുവായിരിക്കുമ്പോൾ ആ ശിശുവിനെയും കൈകളിലേന്തി വിശുദ്ധ മറിയം ദേവാലയത്തിൽ വന്നപ്പോൾ അവിടെ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തുനിന്നവനും നീതിമാനും പരിശുദ്ധാത്മാവുള്ളവനുമായ ശിമയോൻ എന്ന പടുവൃദ്ധൻ ശിശുവിനായ യേശുവിനെ കൈകളിലേന്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുക. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന്. ശിമയോൻ്റേത് പ്രവചനത്തിൻ്റെതായ വാക്കുകളായിരുന്നു. ഇസ്രായേൽ ജനത്തിന് ആകമാനം സകല ജാതികൾക്കും കൂടി വെളിപ്പെടുവാനുള്ളവനാണ് യേശുക്രിസ്തു എന്നതായിരുന്നു ശിമയോൻ്റെ പ്രവചനം. രണ്ടാമതായിട്ട്, കർത്താവായ യേശുക്രിസ്തുവിന് അന്ന് ശമര്യയിൽ വരുന്ന ഒരു സ്ത്രീയെ മാനസാന്തരപ്പെടുത്തേണ്ടതുണ്ട്. അന്ന് അവൾ പാപത്തിൽ കിടന്ന ഒരു സ്ത്രീയായിരുന്നു. ആരാലും വെറുക്കപ്പെട്ട ഒരു സ്ത്രീ, ജീവിതത്തിൽ പല തിക്ത അനുഭവങ്ങളിലൂടെയും കടന്നുപോയ ഒരു സ്ത്രീ. അവളുടെ ജീവിതത്തിലെ ഏറ്റവും തിന്മയായതാണ് അവൾക്ക് ഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
വളരെ മികച്ചകരമായ ജീവിതം സമൂഹത്തിൽ നയിക്കുന്നവളാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവളുടെ ജീവിതത്തിലും നൊമ്പരങ്ങളുണ്ട്. അവളുടെ ജീവിതത്തിൽ മങ്ങിപ്പോയ വർണ്ണങ്ങളെ മാറ്റി എഴുതുവാനോ മാറ്റിവരയ്ക്കുവാനോ സമൂഹം അവളെ അനുവദിച്ചിരുന്നില്ല. അവൾക്കും ചില ഗദ്ഗതങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൾ ആരാലും വെറുക്കപ്പെട്ട ഒരു സ്ത്രീയായി അവിടെ തുടർന്നു പോരുകയാണ്. കർത്താവിന് അവളെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവ് അവളെ മാനസാന്തരപ്പെടുത്തുവാൻ കൂടി തന്നെയായിട്ടാണ് ശമരിയയിലേക്ക് പോകുന്നത്. സഹോദരങ്ങളെ, നാം ചിന്തിച്ചു കഴിയുമ്പോൾ സമാനമായ തിക്താനുഭവത്തിലൂടെ നിങ്ങൾ ആരെങ്കിലും കുടുംബത്തിലോ സമൂഹത്തിലോ ജീവിക്കുന്നവരാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ആരും വില കൽപ്പിക്കാത്ത സാഹചര്യമുണ്ടോ? കുടുംബത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥ വരുന്നുണ്ടോ? ദേവാലയങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ടോ? കൂട്ടായ്മകളിൽ നിങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥ വരുന്നുണ്ടോ? അപ്രകാരം വിലയില്ലാത്തവൻ്റെയും തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നവൻ്റെയും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെയും രക്ഷയ്ക്കായിട്ടാണ് യേശുക്രിസ്തു വരുന്നത്. യേശു അവളെ തേടി വരികയാണ്. നമ്മെ ഓരോരുത്തരെയും തേടി യേശുക്രിസ്തു വരും. യേശുക്രിസ്തു ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവൻ ലജ്ജാപാത്രങ്ങളെ ഉദ്ധരിപ്പിക്കുന്നവനാണ്. അവൻ വീണുപോയവരുടെ തല നേരെയാക്കുന്നതാണ്. എവിടെ പ്രശ്നങ്ങളുണ്ടോ അവിടേക്ക് കർത്താവായ യേശുക്രിസ്തു കടന്നു വരുന്നു. ജീവിതത്തിലെ അനേകമായ പ്രശ്നങ്ങൾ കൊണ്ട് വലഞ്ഞു പോകുമ്പോഴും കർത്താവേ എന്ന് വിളിക്കുമ്പോൾ യേശു കടന്നു വരുന്നു. യേശു ശാപം മാറ്റുന്നവനാണ്. യേശു അകൃത്യം മാറ്റുന്നവനാണ്. യേശു കണ്ണുനീരൊപ്പുന്നവനാണ്. ആ യേശുവാണ് അന്ന് സുഗാർ പട്ടണത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് നട്ടുച്ച നേരമായപ്പോൾ യേശുക്രിസ്തു സുഗാർ പട്ടണത്തിലെ ഒരു കിണറിനരികിൽ വെച്ച് ശമരിയക്കാരി സ്ത്രീയെ കണ്ടെത്തുകയാണ്. അവളുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഈ സമയത്ത് തന്നെ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങിക്കാൻ പോയിരിക്കുകയായിരുന്നു. അവൾ നട്ടുച്ച നേരം തിരഞ്ഞെടുക്കുവാൻ കാരണം ഈ ലോകത്തിലെ അനേകമായ ആളുകളൊന്നും പുറത്തിറങ്ങി നടക്കാത്ത ഒരു നട്ടുച്ച നേരം അവൾ തിരഞ്ഞെടുത്തു. എല്ലാവരും ഭക്ഷണത്തിനായി പോകുന്ന സമയത്ത് അവൾക്ക് വെള്ളം കോരേണ്ടതുണ്ട്. കാരണം അവൾക്ക് ആരെയും കാണുവാനുള്ള സാധ്യതകളില്ലായിരുന്നു. എന്നാൽ അവൾ വന്നുപെട്ടത് യേശുക്രിസ്തുവിൻ്റെ മുമ്പിലായിരുന്നു. അവരുടെ സംഭാഷണം മുന്നോട്ട് പോവുകയാണ്. അവൾ പലതും കർത്താവിൽ നിന്ന് ഒളിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ കർത്താവ് കണ്ടിരിക്കുകയാണ്. അവൻ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവാകുന്നു. അവൻ ഉൾപ്പുകളെ ആരായുന്നവനായിരുന്നു. അവളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളെല്ലാം അവൻ കണ്ടുപിടിക്കുകയാണ്. അവൻ പച്ചയായിട്ട് തുറന്നു പറഞ്ഞപ്പോൾ അവൾ താളടിയായി പോവുകയായിരുന്നു. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നീ കുടിക്കുന്നത് ഈ ലോകത്തിൻ്റെ വെള്ളമാണ്. അതൊരിക്കലും നിന്റെ ദാഹം മാറ്റുകയില്ല. എന്നാൽ ഞാൻ കൊടുക്കുന്ന ജലം ജീവന്റെ ജലമാണ്. അത് കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായില്ല. ആത്മീയത്തിൻ്റെ വലിയ വശങ്ങളെക്കുറിച്ചൊന്നും അവൾക്കറിയില്ലായിരുന്നു. ജീവന്റെ ജലമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനമാണ്. മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നുവെന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ദൈവവചനമാണ് ആ ശക്തി. ദൈവവചനമാണ് ആ ജീവന്റെ ജലം. ഉള്ള ആത്മീയം വെച്ചവൾ പറയുന്നു, ഈ മലയിലാണ് ഞങ്ങൾ ആരാധിച്ചു പോകുന്നത്. ഈ ഗെരസീം മല ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് തന്നതാണ്. ഇവിടെയുള്ളത് യാക്കോബിൻ്റെ കിണർ യാക്കോബിൻ്റെ കാലം മുതൽ തുടർന്നു വരുന്നതാണ്. അങ്ങനെ അവൾ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുകയാണ്. എന്നാൽ അവർ സത്യനമസ്കാരികൾ എവിടെ ആരാധിക്കണമെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായി യേശുക്രിസ്തു പറഞ്ഞു, 4-ാമത്തെ അധ്യായം 24-ാം വാക്യത്തിൽ പറഞ്ഞു, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വന്നിരിക്കുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ തന്നെയാണ് മെശിഹ എന്ന് അവളോട് പറയുകയാണ്. അവൾക്ക് ആത്മീയമെന്തെന്നറിയില്ലായിരുന്നു. എങ്കിലും ഇത് മെശിഹായാണെന്നറിഞ്ഞപ്പോൾ അവൾ താലടിയാവുകയാണ്. അവളുടെ മാനസാന്തരത്തിൻ്റെ രംഗം അവിടെ വരികയാണ്. അവൾ സുഗാർ പട്ടണത്തിലേക്ക് ഓടി. ആത്മീയം എന്തെന്നറിയാത്തവൾ സുഗാർ പട്ടണത്തിൽ സാക്ഷ്യം പറഞ്ഞു. അവൾ ഒരു ഏറ്റുപറച്ചിൽ നടത്തുകയായിരുന്നു. അവൾക്ക് വീണ്ടും ജനനം കിട്ടുകയായിരുന്നു. അവൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരികയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ വചനമാണ് ഒരാളെ മാനസാന്തരപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ വചനമാണ് രൂപാന്തരം തരുന്നത്. യേശുക്രിസ്തുവിൻ്റെ വചനമാണ് സാക്ഷ്യത്തിന് ഉടമയാക്കി തീർക്കുന്നത്. നമുക്ക് വായിക്കാം 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനമാണ് വീണ്ടും ജനനത്തിന് അടിസ്ഥാനമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നമുക്കത് വായിച്ചു കേൾക്കാം. കിടന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനമാണ് മാനസാന്തരം നൽകുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് വീണ്ടും ജനനം നൽകുന്നത്. നീതീകരണവും വിശുദ്ധീകരണവും പുത്രത്വവും തേജസ്കരണവും എന്നുള്ള മാനസാന്തരത്തിൻ്റെ വിവിധമായ ഘടകങ്ങളെല്ലാം നൽകുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പോകുമ്പോഴാണ്. അന്ന് യേശു നീക്കോദിമോസിനോട് ഒരിക്കൽ പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ
ആർക്കും കഴിയുകയില്ല എന്ന്. എന്തിനായിട്ടാണ് സഹോദരങ്ങളെ നാം വീണ്ടും ജനിക്കേണ്ടത്? വീണ്ടും ജനിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ നാം വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തിനായിട്ടാണ് നാം വീണ്ടും ജനിക്കേണ്ടത്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയവും മാലിന്യവും വാട്ടവുമില്ലാത്തതാ നിത്യതയ്ക്ക് വേണ്ടിയാണ് നാം വീണ്ടും ജനിക്കണമെന്ന് പറയുന്നത്. ആ അവകാശത്തിനായി തന്നെയാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ശമരിയാക്കാരി സ്ത്രീയിൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിവാക്കുകയായിരുന്നു. സഹോദരങ്ങളെ, നമ്മിലും ദൈവത്തിൻ്റെ പദ്ധതി നാം വെളിവാക്കി തരും ദൈവം. എന്നാൽ യേശുക്രിസ്തു അവളെ ആശ്വസിപ്പിക്കുകയായിരുന്നു. യേശുക്രിസ്തു നമ്മെയും ആശ്വസിപ്പിക്കും. നമ്മുടെ ശാപങ്ങളെല്ലാം കർത്താവ് മാറ്റിത്തരും. നമ്മുടെ ബന്ധനങ്ങളെല്ലാം കർത്താവ് അഴിച്ചെടുക്കും. കർത്താവ് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ ആശ്വസിപ്പിക്കും നിങ്ങളെ എന്ന്. ആശ്വാസപ്രദനായ പരിശുദ്ധ റൂഹ, ആശ്വാസപ്രദമായ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ ആശ്വാസം നൽകുന്ന വചനങ്ങളാണ്. അത് മുറിവുണക്കുന്ന വചനമാണ്. ഗിലെയാദിലെ സുഗന്ധതൈലമാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം. ആ രക്തം നമ്മളെ തൊടുമ്പോൾ നാം ആളുമാറി, നാം രൂപാന്തരപ്പെടുന്നവരായി മാറും. ആ ഗിലെയാദിലെ സുഗന്ധതൈലവുമായിട്ടാണ് യേശു നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. അകൃത്യം ക്ഷമിച്ചു തരുന്ന യേശുവിൻ്റെ സ്നേഹം. മീകാപ്രവചനം 7-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. പാപം മാറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അകൃത്യം മാറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിലായിരിക്കുവാൻ സഹോദരങ്ങളെ നമുക്ക് ദൈവം വലിയ ഭാഗ്യമാണല്ലോ ചെയ്തു തന്നത്. ഇപ്പോൾ ഈ സമയത്ത് ഭക്ഷണം വാങ്ങാൻ പോയ ശിഷ്യന്മാർ അവിടേക്ക് വന്നു. കർത്താവിനോട് പറഞ്ഞു, റബ്ബി, നീ ഭക്ഷിച്ചാലുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരു ആഹാരം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അവരറിയാത്ത ആഹാരം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. പിതാവാം ദൈവത്തിൻ്റെ പ്രവൃത്തി തയ്ക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ആഹാരം. പിതാവാം ദൈവത്തിൻ്റെ പ്രവൃത്തി തയ്ക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ വിശപ്പ്. പിതാവിൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ വിശപ്പ്. സ്വർഗരാജ്യത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നടത്തണമെന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം. സ്വർഗരാജ്യത്തിൻ്റെ ഇഷ്ടം അത് വിഘ്നം കൂടാതെ, തടസ്സം കൂടാതെ ഈ ഭൂമിയിൽ അതേപടി പകർത്തി നടത്തണം എന്നുള്ളതിനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. യേശുവിൻ്റെ വിശപ്പ് അവിടെയാണ്. നമ്മളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? നമ്മളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടം ശുദ്ധീകരണമാണ്. പിതാവിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആ ശുദ്ധിക്കായി നാം ജാഗരിക്കുന്നവരാണോ സഹോദരങ്ങളെ? ആ ശുദ്ധിക്കായി ആണോ നമ്മുടെ പ്രാർത്ഥനകൾ? ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണത്തിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. നീതിക്കായി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് തൃപ്തി വരും എന്നെഴുതിയിരിക്കുന്നു. കേവലം ഈ ലോകത്തിൻ്റെ വിശപ്പല്ല യേശുക്രിസ്തുവിനുള്ളത്. അവൻ ആത്മാക്കളെ നേടേണ്ടതായ വിശപ്പ്, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്തിലായിരിക്കുന്ന യേശുക്രിസ്തു നമുക്കും സമാനമായിട്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം വേണം. അതിനായി നാം ദൈവത്തിൻ്റെ വേലയിലേക്ക് ഇറങ്ങിച്ചിരിക്കണം. അത് നമ്മുടെ ദൈവീക പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. മനുഷ്യരാശിക്ക് വേണ്ടി ദൈവം നൽകിയ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. സഹോദരങ്ങളെ, ആ വിശപ്പ് നാം നിലനിർത്തുന്നുണ്ടോ? സഹോദരങ്ങളെ, ആ വിശപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയോ? ജീവിതത്തിൽ ഈ മുള്ളുകളും തിക്താനുഭവങ്ങളും നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം നഷ്ടപ്പെട്ടു പോയോ? ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും എല്ലാം വന്ന് നമ്മയും ഞെരുക്കിക്കളഞ്ഞിട്ട് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം നഷ്ടപ്പെട്ടു പോയോ? ദൈവവേലയും ദൈവവചനവുമായിട്ടുള്ള സംസർഗം അറ്റുപോകുന്നുണ്ടോ? 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് അപ്പോസ്തലൻ പേടിച്ചതുപോലെ ദൈവമേ, സമാനമായിട്ടും നമ്മളുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള തിക്താനുഭവങ്ങൾ വരാറുണ്ടോ? ഈ ലോക ജീവിതത്തെ തകർത്ത് കളയുവാൻ പിശാച് വന്ന് നമ്മളിൽ ആവസിച്ച് നമ്മളെ ഈ വചനത്തിൽ നിന്ന് പിന്മാറ്റിക്കളയുന്നുണ്ടോ? ഒരു കാലത്ത് തിളങ്ങുന്ന അനേകർ ദൈവവചനത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോകുന്നു. ദൈവവേലയിൽ മുൻപന്തിയിലിരുന്ന അനേകർ പിൻവാങ്ങിപ്പോകുന്നു. യേശുക്രിസ്തു വ്യസനിക്കുകയാണ്. അന്ന് AD 60-കളിൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം എഴുതി, ലൂക്കോസിനും ദേമാസിനും വന്ദനം ചെയ്യുവിനെന്ന് എഴുതി. എന്നാൽ കേവലം 6 വർഷങ്ങൾക്ക് ശേഷം തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ദേമാസ് എന്നെ വിട്ട്
ഈ ലോകത്തെ സ്നേഹിച്ച് തെസ്സലോനിക്കയിലേക്ക് പോയി എന്ന്. ആത്മീയ ജീവിതത്തിൽ നിന്ന് അനേകർ ഓടി ഒളിക്കുന്നു. സഹോദരങ്ങളെ, നാം എന്ത് ചെയ്തു എന്നുള്ളതിലല്ല കാര്യം, അത് ക്രിസ്തുവിനോടുകൂടെ ചെയ്തോ എന്നുള്ളതിലാണ് കാര്യം. അപ്പോസ്തലന്റെ ജീവിതത്തിലും സമാനമായിട്ട് യേശു ക്രിസ്തുവിനെ കിട്ടുകയായിരുന്നു. ഒരു കാലത്ത് യേശു ക്രിസ്തുവിനെ വെല്ലുവിളിച്ച് കൊല്ലും കൊലയും നിശ്വസിച്ചുകൊണ്ട് കടന്ന അപ്പോസ്തലൻ അവൻ ഭീഷണിയുമായിട്ട് നടക്കുകയായിരുന്നു. ദമാസ്കോസിലെ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടാൽ അവരെ പിടിച്ചുകൊട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവന്ന് അവരെ കയ്യാമം വെച്ച് അവരെ കടവറയിലാക്കുവാനായി മഹാപുരോഹിതന്മാരുടെ കൽപ്പനയുമായി അപ്പോസ്തലൻ ഒരിക്കൽ പോയിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ശൗൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രകാശം അവൻ്റെ കണ്ണിലേക്ക് അടിക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളെല്ലാം കുരുടായി പോകുന്ന തരത്തിലുള്ള പ്രകാശം അവനെ തകർത്ത് കളയുന്നു. അവൻ നിലത്ത് വീഴുന്നു. യേശുക്രിസ്തുവിൻ്റെ മാസ്റ്റർ പ്ലാൻ അവിടെ വിരിയുകയായിരുന്നു. ശൗലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അവിടെ വരികയായിരുന്നു. ആ പദ്ധതി അവിടെ വെളിവാകുകയായിരുന്നു. അവനെക്കുറിച്ച് എന്ത് പദ്ധതിയായിരുന്നു കർത്താവിനുണ്ടായിരുന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 15-ാം വാക്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എന്നതായിരുന്നു അവനെക്കുറിച്ചുള്ള പദ്ധതി. ആ പദ്ധതി അവിടെ വെളിവാകുകയായിരുന്നു. സഹോദരങ്ങളെ, ദൈവം നമ്മെക്കുറിച്ചും ഓരോ പദ്ധതിയിലായിട്ടുണ്ട്. നാം ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത പാതയിലൂടെ തന്നെയാണ് പോകുന്നത്. അവൻ്റെ പദ്ധതിക്ക് അനുസരണമായിട്ടാണ് പോകുന്നത്. ഒരിക്കൽ ദൈവവചനം കേട്ട് മനസ്സാന്തരപ്പെട്ടവരായ നാം അവൻ്റെ പദ്ധതി വലയത്തിൽ നിന്ന് തെന്നിമാറാതെ യേശുക്രിസ്തുവിൻ്റെ വചനത്തോട് ചേർന്നാണോ നാം പോകുന്നത്? പൗലോസ് അപ്പോസ്തലൻ നല്ല പടനായി പോർ വരികയായിരുന്നു. ദൈവത്തിന് വേണ്ടി അചഞ്ചലമായി പോരാടി. യേശുക്രിസ്തുവിന് വേണ്ടി അവൻ അചഞ്ചലമായി പോരാടി. തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-8 വാക്യത്തിലൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. നാം ദൈവത്തിന് വേണ്ടി പോരാടുന്നവരാകണം. ഗിദെയോൻ മിദ്യാന്യരോട് ദൈവത്തിന് വേണ്ടി പോരാടുകയായിരുന്നു ചെയ്തത്. അന്ന് ഭയവും ഭീരത്വവുമുള്ളവർ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോകട്ടെ എന്ന് ഒരു പ്രസിദ്ധം വന്നപ്പോൾ ഒറ്റയടിക്ക് തന്നെ 22,000 പേര് യുദ്ധമുഖത്തുനിന്ന് പിൻവാങ്ങി. കൂടാതെ വേറെയും ചില പരീക്ഷണങ്ങൾ വന്നപ്പോൾ വേറെയും ചിലരെല്ലാം പിൻവാങ്ങിപ്പോയി. അവസാനം 300 പേരെ വെച്ചുകൊണ്ട് ഗിദെയോൻ മിദ്യാന്യർക്കെതിരെ യുദ്ധം ചെയ്തു. യഹോവ യുദ്ധം ഗിദെയോന് ജയിപ്പിച്ചു കൊടുത്തു. ആത്മീയ ജീവിതത്തിൽ എണ്ണത്തിന് പ്രാധാന്യമില്ല സഹോദരങ്ങളെ. ആത്മീയ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ കൂറും ദൈവത്തോടുള്ള വിധേയത്വം കൊണ്ട് പോരാടാൻ നാം തയ്യാറാകണം. ആത്മീയ ജീവിതത്തിൽ ബാലിന് മുട്ടുമടക്കാത്ത 7,000 പേരുടെ കൂട്ടത്തിലേക്ക് നാം ചേർന്ന് നിൽക്കണം. വിശ്വാസത്തിൻ്റെ പരിചയെടുത്തുകൊണ്ട് നിൽക്കുന്ന 7,000 പേരുടെ കൂട്ടത്തിലേക്ക് നാം ഓരോരുത്തരും വന്നു ചേരണം, യേശുക്രിസ്തുവിന് വേണ്ടി പടപൊരുതുവാനായി. അതുകൊണ്ട് നാം ഒരു വേർപാട് പാലിച്ച് ജീവിക്കണം. ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ നമ്മെ ഏൽക്കാതെ വണ്ണം, ഈ ലോകത്തിൻ്റെ വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് കയറാതെ വണ്ണം, ഈ ലോകത്തിൻ്റെ ഒഴുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കയറാതെ വണ്ണം നാം ജാഗരൂകതമായി യേശുക്രിസ്തുവിനെ പിൻപറ്റിക്കൊണ്ടു പോകണം. നാം വായിച്ച വേദഭാഗത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ 4 മാസം കഴിഞ്ഞേ കൊയ്ത്ത് വരികയുള്ളൂ എന്ന് നാം വായിച്ചു കേട്ടു. അപ്പോൾ പറയുകയാണ് അവിടെ വിളകളെല്ലാം വിളഞ്ഞു കിടക്കുന്നു. എന്നാൽ നാം പറയുകയാണ് 4 മാസം കഴിഞ്ഞേ കൊയ്ത്തുള്ളൂ എന്ന്. 4 മാസം കഴിഞ്ഞേ കൊയ്ത്തുള്ളൂ എന്ന് പറയുന്നത് തന്നെ അതൊരു റിലാക്സിൻ മൂഡിൻ്റെ അവസ്ഥയിലേക്ക് വരികയാണ്. ആത്മീയമായ അലംഭാവത്തിന് അത് കൈത്താങ്ങലായി വരികയാണ്. ഇനി 4 മാസം കഴിഞ്ഞിട്ടേ വേലയുള്ളൂ, ഇനി 4 മാസം കഴിഞ്ഞിട്ടേ സുവിശേഷമുള്ളൂ, ഞാനൊരു റെസ്റ്റിങ്ങിലേക്ക് വരികയാണ് എന്ന് പറയുന്നത്, ഇളച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ആത്മീയ അലംഭാവത്തിന് കാരണമായി തീരും. സ്പിരിച്വൽ കംപ്ലൈസൻസി എന്ന് പറയുന്ന ആത്മീയ അലംഭാവത്തിന് അത് കാരണമായി തീരും. യിരെമ്യാ പ്രവചനം 12-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. കാലാളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ആത്മീയ അലംഭാവം വരുമ്പോൾ കാലാളുകളോടുകൂടെ ഓടുന്നതിന് സമാനമാണ്. കാലാളുകൾ ഓടുക എന്ന് പറഞ്ഞാൽ അത് വളരെ സ്പീഡ് കുറച്ചാണ് പോകുന്നത്. കാലാളുകളോടുള്ള ജീവിതമെന്ന് ജീവിതത്തിൻ്റെ ഒരു സുരക്ഷിത മേഖലയെ കാണിക്കുകയാണ്. അവിടെ പ്രശ്നങ്ങളില്ല, പരിഭവങ്ങളില്ല, എല്ലാത്തരം സൗഭാഗ്യങ്ങളുമുണ്ട്, എല്ലാ സ്നേഹങ്ങളുമുണ്ട്, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള അവസരമുണ്ട്, ആരാധന അർപ്പിക്കുവാനുള്ള അവസരമുണ്ട്, ദേവാലയങ്ങളുണ്ട്, കൂട്ടായ്മകളുണ്ട്, എല്ലാം ഓടുന്നുണ്ട്. അങ്ങനെ ഒരു സ്മൂത്തായ ലൈഫ്, പ്രശ്നം ബാധിതമായിട്ടുള്ള യാതൊരു ജീവിത രീതികളും അവനിലേക്ക് വരുന്നില്ല. അങ്ങനെയുള്ള ആ ജീവിത രീതിയാണ് കാലാളുകളോടുകൂടെ ഓടുക എന്ന് പറയുന്നത്. കാലാളുകളോട് ഓടിയാൽ എന്ത് സംഭവിക്കും?
യോർദാൻ്റെ വൻകാട്ടിലെത്തുന്ന സാഹചര്യമുണ്ട്. അവിടെ യോർദാൻ്റെ വൻകാട്ടിലെത്തുമ്പോൾ അവിടെ മത്സരിച്ചോടേണ്ടതായ സാഹചര്യമുണ്ട്. നാം കാലാളുകളോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിൽ കാലാളുകളുടേതാണ് പഠിക്കുന്നത്, അവരുടെ സ്പീഡാണ് പഠിക്കുന്നത്. അപ്പോൾ ആ യോർദാൻ്റെ വൻകാട്ടിൽ മത്സരിച്ചോടാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. നാം ചുറ്റുമുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓളങ്ങളും തിരമാലകളുമുള്ള യോർദാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യോർദാൻ കടക്കുന്ന സമയത്ത് നാം ഓളങ്ങളെയും തിരമാലകളെയും നോക്കിക്കൊണ്ട് സമീപത്തെ ലോകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കടക്കാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, അങ്ങ് അകലെ യോർദാൻ്റെ വനുകരയിൽ ഇരിക്കുന്ന യേശു ക്രിസ്തു, കരനീട്ടി നിൽക്കുന്ന യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിനെ നോക്കിയാണ് നമ്മുടെ സഞ്ചാരമെങ്കിൽ, ആ യേശു ക്രിസ്തുവിനെ നോക്കിയാണ് നാം യോർദാൻ കടക്കുന്നതെങ്കിൽ നമ്മൾക്ക് കുതിരകളുടെ ശക്തി അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് കുതിരകളുടെ ശക്തിയോടുകൂടി, കുതിരകളുടെ വേഗത്തോടുകൂടി നാം ഓടണം. ആത്മീയ അലസത, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ദ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ആത്മീയ അലസതയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഏറ്റവും വലിയ ആവശ്യത്തിലേക്ക് വരണം, ഗ്രേറ്റസ്റ്റ് നീഡിലേക്ക് വരണം. എങ്ങോട്ട് നോക്കണം? യേശു ക്രിസ്തുവിലേക്ക് നോക്കുക. യേശു ക്രിസ്തുവിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്യാവശ്യം. എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാണ്. എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരുന്നു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യേശു ക്രിസ്തുവിൽ നിന്ന് എൻ്റെ സഹായം വരുന്നു. ഞാൻ പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തുകയാണ്. അന്ന് ഇസ്രായേൽ പാളയത്തിൽ അഗ്നിസർപ്പങ്ങൾ വന്ന് കടിയേറ്റ് അനേകർ മരിച്ചു വീഴുകയായിരുന്നു. മോശ ദൈവത്തോട് കരഞ്ഞു. മോശയ്ക്ക് ദൈവം ഒരു വഴി കാണിച്ചു കൊടുത്തു. അന്ന് മരുഭൂമിയിൽ ഒരു പിച്ചള സർപ്പത്തെ നാട്ടുവാൻ പറഞ്ഞു. ജനമെല്ലാം പിച്ചള സർപ്പത്തിലേക്ക് നോക്കി. കടിയേറ്റവർ പിച്ചള സർപ്പത്തിലേക്ക് നോക്കി. അവിടെ അവർ രക്ഷ പ്രാപിച്ചു. മോശയെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. മനുഷ്യപുത്രനിലേക്കുള്ള നോട്ടം, ഗോകുൽത്തായിൽ തൂക്കപ്പെട്ട യേശു ക്രിസ്തുവിലേക്കുള്ള നോട്ടം, ആ നോട്ടം നമ്മളെ രക്ഷിക്കും. ആ നോട്ടം നമ്മുടെ സകല പാപങ്ങളെയും ത്യജിച്ചുകളയും. അവിടെ കർത്താവായ യേശു ക്രിസ്തു തിരുവിലാവ് തുറന്നു കിടക്കുകയാണ്. പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കുകയാണ്. ആ ഉറവയിൽ നിന്നാണ് ജീവജലം വരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തമാകുന്ന ജീവജലം വരികയാണ്. ആ ഉറവയിൽ നിന്ന് വരുന്ന ജീവജലത്തെക്കുറിച്ചാണ് ശമരിയക്കാരി സ്ത്രീയോട് യേശു ക്രിസ്തു പറഞ്ഞത്. ഞാൻ കൊടുക്കുന്ന വെള്ളമായ ജീവൻ്റെ ജലം, അത് നിന്നിൽ വന്നാൽ നീ നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു കിട്ടും. നീ ആളുമാറി യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു സാക്ഷിയായി നിൽക്കുമെന്ന ആ ജീവൻ്റെ ജലമാണ്. ഒന്നാമതായി നാം ചിന്തിച്ചത് ഏറ്റവും വലിയ പ്രശ്നമായ ആത്മീയ അലംഭാവം. അതിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഏറ്റവും വലിയ ആവശ്യമായ യേശു ക്രിസ്തുവിലേക്ക് കണ്ണുയർത്തി. എന്നാൽ നമുക്ക് ഏറ്റവും വലിയ സത്യം മനസ്സിലാകുന്നു. ഏറ്റവും വലിയ സത്യം എന്താണ്? കൊയ്ത്തിന് നിലം കിടക്കുകയാണ്. ദ ഹാർവസ്റ്റ് ഈസ് റെഡി. അവിടെ കൊയ്ത്തിന് വിളനിലങ്ങളെല്ലാം റെഡിയായി കിടക്കുകയാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം വിതയ്ക്കപ്പെടണം. യേശു ക്രിസ്തുവിൻ്റെ സത്യസാക്ഷികളായി നിൽക്കുവാൻ, യേശു ക്രിസ്തുവിന് വേണ്ടി പോരാടുവാൻ, യേശു ക്രിസ്തുവിനോടൊപ്പം സുവിശേഷ വേലയിലായിത്തീരുന്നു. ആര് വിശുദ്ധിയെ തേക്കുന്നു? ആര് വേലയെ തേക്കുന്നു? ആരെല്ലാം പറയുന്നു, കർത്താവെ അടിയനെ അയക്കണമേ, അടിയനിതാ സമർപ്പിക്കുന്നു, അടിയൻ്റെ ജീവിതം ഇതാ സമർപ്പിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവവേലയിലായിത്തീരാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് നൽകിയ വിലയേറിയ സമയത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുമായ യേശുവിനെ നോക്കി ജീവിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ഉത്ബോധനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സകലവും മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.